in peace. ഹായ്, പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ചത്ത പച്ച സിനിമയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. എനിക്ക് കിടലിനായിട്ട് ഇഷ്ടപ്പെട്ട്, അതുകൊണ്ടാണ് ഈ ഒരു സിനിമയുടെ ട്രെയിലറിൻ്റെ ഒരു റിയാക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞത്. റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോ കാണിക്കുന്നില്ല, ഈ ട്രെയിലർ കണ്ടിട്ട് എങ്ങനെ തോന്നി. പിന്നെ WWE ഈ ഒരു കോൺസെപ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഈ ഒരു സിനിമയെന്ന് പറഞ്ഞാൽ 90 കിഡ്സുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. കാരണം ആ ഒരു സമയം ഞാൻ WWE വലിയൊരു ഫാനായിരുന്നു. അത് 2001 തൊട്ട് 2010 ഏകദേശം അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു ഗെയിമായിരുന്നു WWE. അണ്ടർടേക്കറിൻ്റെ ഒരു ലുക്കാണ് ഇത്. മറ്റേ പണ്ടത്തെ അമേരിക്കൻ ബാഡാസ് വരുന്ന ഒരു ലുക്കാണ്. അതൊന്ന് പിടിച്ച് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് അണ്ടർടേക്കറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അമേരിക്കൻ ബാഡാസ് ആ സ്റ്റേജ് അത് കുറച്ച് നാളെ ലുക്ക് വന്നിട്ടുള്ളൂ. 2000 തൊട്ട് 2003 ഹാഫ് വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി അങ്ങനെ വന്നിട്ടില്ല. ഡെഡ്മാൻ ക്യാരക്ടർ, അതിന് മുമ്പേ പുള്ളി ഡെഡ്മാൻ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെയിലറിൻ്റെ കാര്യം. ഈ ഒരു ട്രെയിലർ ഇതിനെ ബേസ് ചെയ്താണ് ഇറക്കിയിട്ടുള്ളത്. അർജുൻ അശോകനുണ്ട്, റോഷൻ മാത്യൂസ് ഉണ്ട്, വിഷ്ണു വിശാഖ്, അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ മമ്മുക്ക ഇതിനകത്ത് മമ്മുക്ക ഇതിനകത്തൊരു ഗസ്റ്റ് അപ്പിയറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു പടത്തിൻ്റെ പോയിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടർ അദ്വൈത് നായരാണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പം ഇത് കണ്ടിട്ടെന്ന് പറഞ്ഞാൽ WWE ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതലായിട്ട് ഈ ഒരു പടം കണക്റ്റ് ആവും. എനിക്കിത് നല്ല രീതിയിൽ കണക്റ്റ് ആയി. ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയിലൊന്നായി. പക്ഷേ എനിക്ക് ഇതിനകത്തൊരു പൊരുത്തക്കേടെന്ന് പറഞ്ഞാൽ ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ബഡ്ജറ്റ് വന്നിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു സാധനമായിരുന്നു. ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് എന്നെ ആലോചിക്കാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞല്ലോ 2010 2009 ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമൊക്കെ ആയപ്പോൾ ഞാൻ ഈ പരിപാടി വിട്ടതാണ്. പിന്നെ അണ്ടർടേക്കറിൻ്റെ മാച്ച് മാത്രം റസൽമേനിയയിൽ കാണുമായിരുന്നു. ബ്രോക്ക് ലെസ്നർ അണ്ടർടേക്കറിൻ്റെ ബ്രേക്ക് പൊട്ടിച്ചതും അതൊക്കെ കണ്ടിട്ടുള്ള. പിന്നെ അവസാനം കണ്ട മച്ച് എന്ന് പറഞ്ഞാൽ AJ സ്റ്റൈലിനും അണ്ടർടേക്കറും തമ്മിൽ. പിന്നെ അണ്ടർടേക്കറിൻ്റെ കുറേ മച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഷോട്ടുകളുണ്ട്. ഇതിനകത്ത് കുറേ WWE ഷോട്ടൊക്കെ അതേപോലെ കാണിക്കുന്നുണ്ട്. റൈമസ്റ്റീരിയുടെ 619 കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കുറേ കൊച്ചുനാളിലെല്ലാം ഉള്ള പരിപാടികളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഞങ്ങളുടെ അടുത്തൊക്കെ തോടൊക്കെ ഉണ്ട്. ആ തോട്ടിലൊക്കെ അണ്ടർടേക്കറിൻ്റെ ഇതുണ്ടല്ലോ, ചോക്ക് സ്ലാം ഉണ്ടല്ലോ, ഇത് പിടിച്ചിട്ട് അടിക്കുന്നത്. ചോക്ക് സ്ലാം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു തോട്ടിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റാൻഡി ഓർട്ടൻ്റെ RKO കിടിലൻ ഷോട്ടാണേ. അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് തോട്ടിലൊക്കെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ബർക്കിൻ്റെ സ്പിയറും അണ്ടർടേക്കറിൻ്റെ ഓൾഡ് സ്കൂൾ ഉണ്ടല്ലോ, അതായത് കയറിൻ്റെ മണ്ടക്കൂടെ നടത്തുന്നതായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഈ ഒരു ട്രെയിലറിൽ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. കുറേ ഒത്തിരി പേരുടെ ട്രിപ്പിൾ എച്ചിൻ്റെ ചുറ്റികയും കൊണ്ടുള്ള ഇത് കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പേരുടെ റെഫറൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അണ്ടർടേക്കറിൻ്റെ ഒരു മാച്ചും കൂടെ ഉണ്ടെങ്കിൽ പൊളി അണ്ടർടേക്കറെ കെയിനെ അന്നത്തെ കൊമ്പന്മാരുണ്ട്. ഇപ്പം വിട്ട് എല്ലാവരും കൊമ്പന്മാരെല്ലാം പോയി. അണ്ടർടേക്കർ പോയി, എല്ലാവരും പോയി. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ജോൺസിനെ പോയി. ജോൺസിനെയൊന്നും അല്ല, അണ്ടർടേക്കറിൻ്റെ ഒക്കെ മാച്ച് കഴിഞ്ഞ് ജോൺസിനെയൊക്കെ വന്നത് ഈ 2003 ആ സമയത്താണെന്ന് തോന്നുന്നു. ഞാൻ കാണുമ്പോഴൊക്കെ ജോൺസിനെ വില്ലൻ ക്യാരക്ടറായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് എല്ലാവരും ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴേ ഇവരൊക്കെ വന്ന് തെളിഞ്ഞ് കയറി വന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ഞാൻ നല്ല കിടലിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയായിട്ടുണ്ട്. ഈ മാസം 22-നാണ് റിലീസ്. ഞാൻ ഉറപ്പായിട്ടും പോയി കാണും. കാരണം എനിക്ക് ഈ ഒരു എനിക്ക് കോൺസെപ്റ്റ് നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ WWE ഒരു ഫാൻ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പടം എനിക്കൊരു റിയാക്ഷൻ ചെയ്യണമെന്ന് തോന്നിയത്. ട്രെയിലറിനെ പറ്റി കിടിലൻ ഇതിനകത്ത് മ്യൂസിക്കൊക്കെ ചെയ്തേക്കുന്ന വമ്പൻ ടീമാണ്. വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന വമ്പൻ ടീമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഇതിനകത്ത് ഈ അർജുൻ അശോകനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ റോഷൻ മാത്യൂസ് ഇതിനൊക്കെ പകരം ഞാനിത് 2017 ഞാൻ ആലോചിച്ചായിരുന്നു. പ്രണവിനെയൊക്കെ വെച്ച് 2017-18 പ്രണവിനൊക്കെ ഈ ഒരു റോള് ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള രീതി ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവർ ഇതെങ്ങനെ വരുമെന്ന് അറിയത്തില്ല, എങ്കിലും നമ്മൾ പടം കണ്ടു നോക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ WWE എന്ന് പറഞ്ഞാൽ ഫേക്കാണ്. അപ്പോൾ ഇതിനകത്ത് അവർ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. ഫേക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോയാണ് WWE. ആദ്യമേ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അത് മനസ്സിലാവാതെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഇവർക്ക് ഇത് MMA ആക്കി എടുക്കാമായിരുന്നല്ലോ. അതാകുമ്പോൾ ഒറിജിനൽ സംഭവം തന്നെ. ഈ WWE എന്ന് പറഞ്ഞാൽ വേദന സഹിക്കണം. അല്ലാതെ ഉള്ള ഒരാൾ ജയിക്കുന്നത് വരെ ഇത് ഫുള്ള് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഷോയാണ് WWE. അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ബാക്കിയെല്ലാം ട്രെയിലറും മേക്കിങ്ങും എല്ലാം കിടിലനായിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടം കൂടിയാണ്. ഇപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ കുറച്ചും കൂടി ഒരു ആകാംക്ഷ കൂടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്.